നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി. ഈ തിരിച്ചടി, ഈ പരാജയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിന് പിന്നിൽ സത്യമുണ്ടോ? നമുക്ക് എന്തായാലും ഈ കണക്കുകളൊന്ന് നോക്കാം. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും എന്നതും ശ്രദ്ധേയമാണ്. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയമാണ് നേടിയത്. തൃശൂർ നാട്ടികയിൽ UDFന് അട്ടിമറി വിജയം ഉണ്ടായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാഴ്ചയുണ്ടായി. കഴിഞ്ഞ തവണ 260 വോട്ടിന് LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ ഈ അട്ടിമറി വിജയം എന്നുകൂടി ഓർക്കണം. ഇതോടെ LDFന് ഇവിടത്തെ ഭരണം നഷ്ടമാവുകയാണ്. പാലക്കാട് ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതുൾപ്പെടെ UDFന് നേട്ടമാണ് കണക്ക് കൂട്ടുന്നത്. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യം. 15 ഭരണസമിതിയിൽ CPIയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലി തെക്കേത്ത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുന്ന കാഴ്ചയുണ്ടായി. ഇതോടെ UDF അംഗബലം 8 മാറുന്നു. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. 9ാം വാർഡിൽ K. സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ UDFന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായി തുടരാനാകും. അതേസമയം ഈ സംസ്ഥാനത്ത് LDFനുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലെ ഈ LDFനുണ്ടായ പരാജയം അത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്, അത് ഉറപ്പിക്കുകയാണ് എന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം LDF ഭരണത്തെ ജനം വെറുത്തതിന്റെ തെളിവാണ് എന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും LDF ദുർഭരണത്തിനുമെതിരായ ശക്തമായ രോഷം സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രതിഫലിച്ചതിന്റെ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുന്ന കാഴ്ചയുണ്ടായി. മുഖ്യമന്ത്രിയെയും LDFനെയും ജനം വെറുത്തു. സംസ്ഥാനത്തെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFൽ നിന്ന് 9 വാർഡുകൾ UDF പിടിച്ചെടുത്തത്. 17 വാർഡുകളിൽ തിളക്കമാർന്ന വിജയം നേടി UDF ജനപിന്തുണ വർദ്ധിപ്പിച്ചുവെന്നും സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്ന കാഴ്ചയുണ്ടായി. LDF സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. വിലക്കയറ്റത്തിലും നികുതി ഭീകരതയിലും പൊറുതിമുട്ടിയ ജനത്തിനു മേൽ ഇരുട്ടടി പോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിച്ച LDF സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായ ജനവിധി കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. എന്തായാലും KPCC അധ്യക്ഷനെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസത്തിന്റെ വാർത്തയാണ്. കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റുമോ ഇല്ലയോ എന്ന് തുടങ്ങിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നത്. K. സുധാകരൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒക്കെ ബലം കണ്ടു. രാഹുൽ മങ്കൂട്ടത്തിൽ വിജയിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ. അതേസമയം ഇവിടെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ UDFനായി എന്നത് K. സുധാകരനെ സംബന്ധിച്ച് ആശ്വാസമാണ്. അതേസമയം LDFന് ഇതൊരു സ്വയം വിമർശനത്തിന്റെ സമയം കൂടിയാണ്. കാരണം അടിത്തട്ടിൽ CPM വോട്ടുകൾ അല്ലെങ്കിൽ LDF വോട്ടുകൾ ചോർന്നു പോകുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. സാധാരണ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ശ്രദ്ധിക്കണം? അത് ഭരണവിരുദ്ധ വികാരം മൂലമാണോ ഇത്തരം വോട്ടുകൾ ചോരുന്നത്? പല വാർഡുകളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്.